നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബ്ലൗസിൻ്റെ ആം ഹോളും സ്ലീവും ചുളിവില്ലാതെ എങ്ങനെ പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. 38 ഇഞ്ചിൻ്റെ ഒരു ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ ലെങ്ത്ത് എടുക്കാം. ലെങ്ത്ത് വേണ്ടത് 14 ഇഞ്ച്. ആ 14 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ എക്സ്ട്രാ 1 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. നമുക്ക് വേണ്ട ഷോൾഡർ വേണ്ടത് 5.5 ഇഞ്ച്. 5.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യാം. ആം ഹോള് 6 ഇഞ്ച്. 6 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കറക്റ്റ് ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. നമുക്ക് ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യാം. ചെസ്റ്റ് നമുക്ക് വേണ്ടത് 9.5 ഇഞ്ച്. ആ 9.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി നമുക്ക് ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കർവ് ഷേപ്പ് കൊടുക്കാം. നമുക്ക് ഇവിടെ വേസ്റ്റ് വേണ്ടത് 8 ഇഞ്ച്. ആ 8 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ്. ഇതെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നത് 10 ഇഞ്ചിലാണ്. ആ 10 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2.5 ഇഞ്ച് വിഡ്ത്ത്. ഇവിടെ 2.5 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. കർവ് ഷേപ്പ് കൊടുക്കാം. നമ്മുടെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് പീസിൻ്റെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് സ്ലീവിന് വേണ്ടി തുണിയൊന്ന് മടക്കി ഇട്ട് കൊടുക്കാം. സ്ലീവിന് വേണ്ടി നമ്മളിങ്ങനെ 4ആയിട്ട് തുണി മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. നമ്മൾ 6 ഇഞ്ചാണ് ആം ഹോൾ മാർക്ക് ചെയ്തത്. നമുക്ക് 1 ഇഞ്ച് കൂടെ കൂട്ടി 7 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ്. നമുക്ക് ഇവിടുന്ന് ഒരു 3.5 ഇഞ്ചിന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഇവിടെ നമുക്കൊരു 7 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഹാഫ് എടുക്കാം. 7 ഇഞ്ചിൻ്റെ ഹാഫ് 3.5 ഇഞ്ച്. ഇനി ഈ 3.5 ഇഞ്ചിൻ്റെ ഹാഫ് എടുക്കാം. അതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ 3.5 ഇഞ്ച് ഇവിടെ നിന്നുള്ള 3.5 ഇഞ്ചിൻ്റെ ഹാഫ് എടുത്ത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതെല്ലാം ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ കൊടുത്ത് ജോയിൻ ചെയ്യാം. നമ്മൾ ലെങ്ത് എടുത്തിരിക്കുന്ന 10 ഇഞ്ച്. 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് എല്ലാം പോകും. അപ്പോൾ നമുക്ക് 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് വേണ്ടത് 5.5 ഇഞ്ച്. 5.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇതൊന്ന് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. നമുക്ക് ഈ കോർണറിൽ നിന്ന് നമുക്ക് ഇവിടോട്ടൊരു ലൈൻ കൊടുക്കാം. ഇവിടെ നമുക്ക് 1 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ആം ഹോൾ കർവ് ഒന്ന് വരച്ചു കൊടുക്കാം. ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഇവിടോട്ടൊന്ന് നമുക്ക് ഈ ഒരു പോയിൻ്റ് വരെ ഒന്ന് വരച്ചു കൊടുക്കാം. കർവ് ഷേപ്പ്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചു വെക്കാം. ഇതൊരു ആം ഹോൾ കർവാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് ഷേപ്പ് കിട്ടും. ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തോട്ട് ഇങ്ങനെയൊന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ. ഫ്രണ്ട്
കൈക്കുഴിയാണിത്. ഇനി നമുക്ക് വേണ്ടത് ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടുന്ന് ഒരു 2 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അതായത് ഈ കോർണറിൽ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു പോയിൻ്റ്, ഈ ഒരു കോളത്തിൽ നിന്ന് ഈ ആം ഹോൾ കർവ് വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കാം. ഇനി ഇത് തിരിച്ച് വെച്ചിട്ട് ഈ ഒരു എൻഡ് വരെ നമുക്കൊന്ന് കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കാം. ഇപ്പം നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെച്ച് നോക്കാം. ഒരു 1/2 ഇഞ്ച് താഴ്ത്തി വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് നമുക്കിതൊന്ന് അളന്ന് നോക്കാം. നമ്മുടെ ആം ഹോള് ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതേ രീതിയിൽ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് നോക്കുക. സ്ലീവും ആം ഹോളും ഒന്ന് ചുളിവില്ലാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.